നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം കൃത്യമായിട്ടുള്ള പേരാണ്. ദൈവം അത് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതാണ്. അതായത് ഏഞ്ചൽ കാണിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഗുരുവിൻ്റെ എനർജിയാണ്. അതായത് ദേവഗുരുവായ ബൃഹസ്പതിനെ കുറിച്ചിട്ടാണ് 3 പറയുന്നത്. മോസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള 41 എന്ന ഒരു ഏഞ്ചൽ നമ്പറിലാണ് അദ്ദേഹത്തിൻ്റെ പേര്. രണ്ടും ഗുരുവാണ്. അതായത് ഒന്ന് സുരനാണെങ്കിൽ മറ്റൊന്ന് അസുരൻ്റെ എനർജിയാണ്. എനിക്കൊരു ഡൗട്ടുള്ളത്, ഇപ്പോൾ നമ്മുടെ ഒരുപാട് സെലിബ്രിറ്റീസ് നെയിം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇത് തീരെ ശ്രദ്ധിക്കാതെ ഇതൊന്നും ഒരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് ഈ ന്യൂമറോളജിയിൽ അല്ലെങ്കിൽ നമ്മൾ നെയിം ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നത് എന്തുകൊണ്ടാണ്? ന്യൂമറോളജി അതായത് സംഖ്യാശാസ്ത്രത്തിൽ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ചിട്ടാണ് പേര് ഏറ്റവും ബെസ്റ്റാണോ ഇല്ലയോ എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഒരു 10-20 വയസ്സൊക്കെ ആകുമ്പോൾ അനുഭവപ്പെടും എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഒരു മോശമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തിലാണെങ്കിൽ അവർ ജനിക്കുന്നത്, അവരുടെ എനർജി, പേഴ്സണാലിറ്റിയും ലൈഫ് പാത്തും ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം കൃത്യമായിട്ടുള്ള പേരാണ്. കാരണം ന്യൂമറോളജി പ്രകാരം 3 സംഖ്യകൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒന്ന് പേഴ്സണാലിറ്റി, 2 ലൈഫ് പാത്ത് നമ്പർ, 3 നെയിം നമ്പർ. ഈ ആദ്യം പറഞ്ഞ പേഴ്സണാലിറ്റിയും ലൈഫ് പാത്തും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് ജനിച്ചപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന നമ്പറാണ്. എന്താ പറയുക, ജ്യോതിഷത്തിലെ ജാതകത്തിൻ്റെ പെട്ടി എന്ന് പറയുന്നില്ലേ, അതായത് ഗ്രഹനില. അതുപോലെ ഈ പേഴ്സണാലിറ്റി നമ്പറും ലൈഫ് പാത്ത് നമ്പറും ന്യൂമറോളജിക്കലി അത് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം കൃത്യമായിട്ടുള്ള പേര് എന്നുള്ളതാണ്. അതാണ് നമ്മളെ ജീവിതം കാലം മുഴുവൻ ഐഡൻറ്റിറ്റി ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റാക്കി വെക്കുക. ഇപ്പോൾ ഈവൻ നമ്മുടെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു അൺലക്കി ആണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റായിട്ടുള്ള കാര്യം പേര് തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണം. അത് ഏതെങ്കിലും ഒരു ലക്കി നമ്പർ മതി എന്ന് മാത്രമല്ല, അതിനകത്ത് മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. ഒരു വ്യക്തിയെ മറ്റുള്ളവർക്ക് എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത്, അതായത് ആ ഒരു കാര്യത്തിലാണ് അദ്ദേഹം ഫെയിം ആകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. അവർക്ക് അവരെ തന്നെ എങ്ങനെ ഫീൽ ചെയ്യുന്നു, അതിലാണ് അവർ എത്രമാത്രം ഹാപ്പിനെസ്. ചിലപ്പം വലിയ കാരിയറിൽ വലിയ ഉയരങ്ങളിൽ എത്തിയായിരിക്കും, പക്ഷെ മാനസികമായിട്ട് എപ്പോഴും വിഷമമായിരിക്കും. ദുഃഖിതനായ കോടീശ്വരൻ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ആ രീതിയിലുള്ള എനർജി ആയിരിക്കും. അപ്പോൾ എല്ലാ കാര്യത്തിനും ഈ പേരിൻ്റെ കാര്യത്തിലും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ബെസ്റ്റാക്കി വെക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ നമുക്ക് ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഒരു നെയിം നമുക്ക് അസൈൻ ചെയ്ത് തരിക. ഒഫീഷ്യലി ആ നെയിമുമായിട്ട് പോകുന്നു. അതെ. അപ്പം ഈ പറഞ്ഞ പോലെ ചിലവർ ഐഡൻറ്റിഫൈ ചെയ്തു ഇത് വേറെ നെയിമിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ നെയിം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണോ ഈ ന്യൂമറോളജി എന്ന് പറയുമ്പോൾ? അല്ലെങ്കിൽ ഇപ്പം വണ്ടികളുടെ നമ്പർ ആവട്ടെ, അല്ലെങ്കിൽ ഫോൺ നമ്പർ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ? തീർച്ചയായിട്ടും. അത് ഞാനിതിപ്പം നമ്മുടെയൊക്കെ ഏറ്റവും കൂടെയുള്ള നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലേ, നമ്മൾ ഫസ്റ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും നമ്മുടെ പേരാണ്. അത് പേരിനെ നമുക്ക് ന്യൂമറിക്കലി ആക്കുന്നതാണ്. അതായത് ഓരോ നമ്പറിനും എക്ക് 1 ആണെങ്കിൽ ഇപ്പോൾ എസ് എന്ന് പറയുമ്പോൾ 3 ആണ്, ഇ എന്ന് പറയുമ്പോൾ 5 ആണ്. അപ്പോൾ ഓരോ ലെറ്ററിനും ഈ ന്യൂമറിക്കൽ വാല്യൂ നൽകി. അത് കാൽഡിയൻ എന്ന അതായത് ഒരു ഗോത്രവർഗ്ഗമാണ് പണ്ട്. അപ്പോൾ അവർ നൽകിയ ആ ഒരു എനർജി പ്രകാരമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂമറിക്കലി തന്നെയാണ് പേരിൻ്റെ എനർജീനെ നമ്മൾ റെഡിയാക്കി വെക്കുന്നത്. അത് ഈ ന്യൂമറിക്കലി നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്ക് അഡ്ജസ്റ്റ് ആക്കി വെക്കാം. ഇപ്പോൾ ഈവൻ നമ്മുടെ ഹൗസ് നമ്പർ, വെഹിക്കിൾ നമ്പർ, മൊബൈൽ നമ്പർ, എന്തിന് നമ്മൾ എവിടെ ജനിച്ചെന്ന് മുതൽ ഓരോരാളും അല്ലേ നമ്പറിനെയാണ് ഫോളോ ചെയ്യുന്നത്. അത് ജനിച്ച സമയം മുതൽ പിന്നെ ഒരു അഡ്മിഷൻ നമ്പർ പോലെ ഒരു എക്സാം നമ്പർ ആയാലും ഇനി അതിന് കിട്ടുന്ന മാർക്കായാലും അതിൻ്റെ ദിവസമായാലും എല്ലാം നമ്പറിലാണ്. അപ്പോൾ ഈ നമ്പർ നമ്മൾക്ക് അനുകൂലമാക്കുക തന്നെയാണ് നമുക്ക് ന്യൂമറോളജീനെ കൊണ്ട് നമുക്ക് ഉപകാരം, ജീവിതത്തിലെ ഒരു ഗുണം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്ന കാര്യം. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ പൊളിറ്റിക്കലി വളരെ പവർഫുൾ ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പം നരേന്ദ്രമോദി ആവട്ടെ, അതേപോലെ ആൾക്കാർക്ക് അവരുടെ പേരിൽ ഈ ഒരു ഫാക്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ മനസ്സിലാക്കുന്നത് ഈ നരേന്ദ്രമോദി ഉദാഹരണം പറഞ്ഞല്ലോ, അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പം നോട്ട് നിരോധനം ചെയ്ത് തന്നെ 8-ാം തീയതി, കാരണം ശനിയുടെ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്, അതിന് 8 o'clock 8 മണിക്ക് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പോൾ ഈ ലാസ്റ്റിൽ ഇപ്പം നമ്മുടെ ഈ സിന്ദൂർ ഇത് കഴിഞ്ഞതിന് ശേഷം മോദി അഭിസംബോധന ചെയ്തത് 8 മണിക്കാണ്. അപ്പോൾ ഇദ്ദേഹം ഒക്കെ വളരെ പെർഫെക്റ്റായിട്ട് ആ എനർജീനെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ നോക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 5 ആണ് വരുന്നത്. 8ൻ്റെയും 5ൻ്റെയും കൂടിച്ചേരലാണ്. മോസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള 41 എന്ന
ഒരു ഏഞ്ചൽ നമ്പറിലാണ് അദ്ദേഹത്തിൻ്റെ പേര്, നരേന്ദ്ര മോദി എന്നുള്ളത്. അങ്ങനെയാണ് അദ്ദേഹത്തിനെ അടയാളപ്പെടുന്നത്. നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നാണെങ്കിലും അദ്ദേഹത്തിനെ അടയാളപ്പെടുത്തുന്നത് നരേന്ദ്ര മോദി എന്ന എനർജിയാണ്. അത് 41 എന്ന മോസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ട് ഏഞ്ചൽ നമ്പറാണ്. അത് മാത്രമല്ല, അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം പെർഫെക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതായത് 8 എന്ന എനർജി ശരിക്കും നിയമം, പിന്നെ ഒരു ശക്തമായിട്ടുള്ള തീരുമാനം എടുക്കാനൊക്കെ വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഡേറ്റാണ് അദ്ദേഹം കൂടുതലും പിന്നെ കൊണ്ടുപോകുന്നത്. പക്ഷേ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നത് ഒരു 4 എന്ന എനർജിയിലാണ്. ഞാൻ അപ്പോൾ തന്നെ കരുതി ഇത് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിക്കാം. കാരണം 4 എന്നത് രാഹുവിൻ്റെ എനർജിയാണ്. അത് അപ്പ് ആൻഡ് ഡൗൺ ആണ്, അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന ഒരു എനർജിയാണ് 4. അതുപോലെ ആയിരുന്നു ആ റിസൾട്ടിലും. എല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടുവന്ന 400 എന്ന ഒരു നമ്പറിനെ പ്രതീക്ഷിച്ചിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു പിന്നെ അടി കിട്ടിയ പോലെ ആയിപ്പോയി ആ റിസൾട്ടിൽ. പക്ഷേ എന്തെങ്കിലും ജയിച്ചു എന്നത് സത്യം തന്നെ. പക്ഷേ ആ രീതിയിൽ ഈ നമ്പറിനെ നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. ഈ സെലിബ്രിറ്റി ആയാലും അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അവർ കൃത്യമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഓക്കെ. ഇപ്പം ഈ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞല്ലോ, അപ്പം ഞാൻ പെട്ടെന്ന് ഇപ്പം ഇതുമായിട്ട് അധികം സ്റ്റഡി ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ഈ ഏഞ്ചൽ നമ്പേഴ്സ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്പേഴ്സ് ഉണ്ടോ, എന്താണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്? ഏഞ്ചൽ നമ്പേഴ്സ് എന്നുള്ളത് ശരിക്കും ഈ പ്രകൃതിയിൽ, ഞാൻ ഇതിന് എന്താ പറയുക, ഈ അബാക് മീഡിയയിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഒരു സൂര്യഗ്രഹണ സമയത്ത് നമ്മളൊരു ഹോളിലൂടെ ഒരു പരീക്ഷണം പോലെ ഒരു പിന്നെ ചുമരിൽ പതിപ്പിച്ച് ആ സൂര്യഗ്രഹണം നമുക്ക് ആ ചുമരിൽ കാണാൻ വേണ്ടി പറ്റും. അതായത് പ്രകൃതിയിൽ നടക്കുന്ന ഏറ്റവും വലിയ കാര്യം പോലും നമുക്കൊരു ചെറിയ പോയിന്റിൽ നിരീക്ഷിച്ച് മനസ്സിലാക്കാം. അതായത് ലോകത്തിലുള്ള എല്ലാ ഇതും നമുക്കൊരു ചെറിയ പോയിന്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഉള്ള എനർജീനെ നിങ്ങളുടെ എന്താ പറയുക, ദൈവം അത് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതാണ്. അതായത് ഏഞ്ചൽ കാണിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അത് നിങ്ങൾക്ക് മുന്നേ ഇനി വരാൻ പോകുന്ന കാര്യത്തിനെക്കുറിച്ചുള്ള സൂചനയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് ഓരോ നമ്പറിനും വ്യത്യസ്തമായിട്ടാണ്. ഇപ്പോൾ ഈവൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു നമ്പറാണ് 1111. അത് 1111 കാണുന്നു, അല്ലെങ്കിൽ 111 കാണുന്നു. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ നമുക്ക് ആ സമയത്ത് അവതരിപ്പിക്കാമെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഭാവിയെക്കുറിച്ചിട്ട് ഈ നിമിഷം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം റിപ്പീറ്റഡായിട്ട് അഫർമേഷൻ പോലെ നമ്മൾ റിപ്പീറ്റഡായിട്ട് പറയുകയാണെങ്കിൽ അത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ ഏഞ്ചൽ നമ്പറിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈവൻ ഒരാൾ ഇതിനിടെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ 69 എന്ന നമ്പർ ആവർത്തിച്ച് കാണുന്നു. പലരും അതിനെ ഒരു തെറ്റായിട്ട് അല്ലേ അങ്ങനെ ചിന്തിക്കുന്ന ഒരു നമ്പർ കൂടിയാണ്. പക്ഷേ 69 വേറൊരു പിന്നെ കാര്യം കൂടി തരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം ഒരു സ്ഥലത്ത് സ്റ്റോപ്പായി മറ്റൊരു സ്റ്റാർട്ടിങ്ങിനുള്ള സമയമാണ്. അത് ചിലപ്പോൾ ആ സ്റ്റാർട്ടിങ് ഒന്നും നല്ലതിനായിരിക്കാം. അതൊക്കെ വ്യത്യസ്തമായിട്ടായിരിക്കും അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ ആ എനർജിയൊക്കെ അനുസരിച്ചിട്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, എന്തോ ഒരു സ്റ്റോപ്പ് വരുന്നുണ്ട് ഇതുവരെ നിങ്ങൾ യാത്ര ചെയ്തതിൽ. അതിനുശേഷം മറ്റൊരു തരത്തിലേക്ക് സംഭവം മാറി മറിയാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടി അതിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെയുള്ള ഏഞ്ചൽ നമ്പർ കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ആ സൂചന നമുക്ക് അനുകൂലമാക്കി കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ ഇതിലൊക്കെ ഉപരിയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ഒരു കാര്യം. ഈ ന്യൂമറോളജി ഞാൻ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ 111 കാണുന്ന സമയത്ത് നമുക്ക് ഭാവിയെക്കുറിച്ചിട്ട് അവിടെ നമുക്ക് റെഡിയാക്കാമെന്ന് പറയുന്നില്ലേ, ആ സമയത്ത് നമ്മൾ അഫർമേഷൻ പോലെ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന രീതിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണോ നമ്മൾക്ക് ആവശ്യം, ആ ആവശ്യത്തെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ പറഞ്ഞപ്പോൾ ഇടയായിട്ട് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം അതിൽ ആൾക്കാരെടുത്ത് അവർ ചോദിച്ചത് 1 to 100 ഇടയിൽ ഒരു നമ്പർ പിക്ക് ചെയ്യുക. കുറേ പേര് 11 പിക്ക് ചെയ്തവരുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പിക്ക് ചെയ്തത്, ഇപ്പം അവരുടെ ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു എയിമും അതായിരുന്നു. അവർ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പിക്ക് ചെയ്യാൻ പോകുന്നത് 37 എന്നുള്ള നമ്പറായിരിക്കും. അപ്പം അതേപോലെ എക്സ്പെരിമെൻറ്റ് വിൻ ചെയ്തതും അവർ സെലക്ട് ചെയ്ത നമ്പർ ഓഫ് ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് 37 ആണ്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? അത് എന്തെങ്കിലും ന്യൂമറോളജി ആയിട്ട് ബന്ധമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഇതൊരു എക്സ്പെരിമെൻ്റ് അല്ലാതെ തന്നെ നമുക്ക് ചില നമ്പേഴ്സിനോട്, ഇപ്പം നമ്മുടെ 1 to 10 എന്ന് പറയുമ്പോൾ ചിലർ പെട്ടെന്ന് 7 പിക്ക് ചെയ്യും, അല്ലെങ്കിൽ 5 പിക്ക് ചെയ്യും. അപ്പം അതിന് എന്താണ് നമുക്ക് എന്തെങ്കിലും സ്പിരിച്വലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ അതിൽ വരുന്നുണ്ടോ? അല്ല, എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ ന്യൂമറോളജി വിട്ടിട്ട് മറ്റൊരു കാര്യത്തിലൂടെ നോക്കിയാൽ എനിക്ക് മനസ്സിലാവുന്നത് അവരുടെ ഉപബോധ മനസ്സ് റീഡ് ചെയ്ത കാര്യം എന്നുള്ളതാണ്. അവരെ അറിയാണ്ട് ആ എന്താ പറയുക, അവരോട് റിസൾട്ട് ചോദിക്കുന്നതിന് മുമ്പേ മനസ്സുകൊണ്ട് അതിനെ വായിപ്പിച്ചു എവിടെയൊക്കെ അവരറിയാണ്ട് തന്നെ. അങ്ങനെയാണ് അത് അവർ ഔട്ടെടുക്കുന്നത്. ആ 37 എന്നുള്ളത് ഒരു പക്ഷേ എവിടെയെങ്കിലും കാഴ്ചയിൽ മിന്നി വന്നപ്പോൾ അത് അവരുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. പക്ഷേ വീണ്ടും ഒരു നമ്പറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും അടുത്ത് നമ്മളെ മനസ്സിൽ വന്ന് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും അവർ പറയാം.
അതാണ് ഞാൻ കരുതുന്നത്. അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് നമുക്കറിയില്ല. പക്ഷേ 37 എന്ന ഒരു എനർജി എന്ന് പറഞ്ഞു. പക്ഷേ 37 വൺ ഓഫ് ദ ലക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പറാണ്. ഇപ്പം സൂര്യൻ്റെ എനർജി വരും, അതായത് 3 + 7 10 10 എന്ന് പറഞ്ഞാൽ 1 + 0 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ എനർജിയാണ്, രാജാവിൻ്റെ എനർജിയാണ് എന്നാണ് പറയുക. ഉദയ സൂര്യൻ്റെ എനർജി എന്നൊക്കെ ഈ 37 പറയാറുണ്ട്. അതേപോലെ ഒരു വൺ ഓഫ് ദ ലക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പറാണ് ഈ 37. അത് ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിൽ മനസ്സിനെ സ്വാധീനിക്കുന്നതും മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന എനർജിയും കൂടി ക്ലിയർ ആയി കഴിഞ്ഞാൽ ഒരു ബെസ്റ്റായിട്ടുള്ള നമ്പർ തന്നെയാണ് 37 എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്താ പറയുക, എനിക്ക് ആദ്യം നിങ്ങളിപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ പ്രകാരം ഒരുപക്ഷെ ഉപബോധ മനസ്സായിരിക്കും അവരെ കൊണ്ട് ചിലപ്പോൾ അവരുടെ ട്രിക്ക് പ്രകാരം ഓൾറെഡി ഈ 37 കാണിച്ചിട്ടുണ്ടാവും ഒരു ദിവസം. പക്ഷേ അവരുടെ ആ സ്റ്റുഡിയോയിലേക്കുള്ള എൻട്രിയിൽ ചിലപ്പോൾ എവിടെയെങ്കിലും 37 കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു നമ്മൾ വായിച്ചില്ല എങ്കിൽ പോലും ഉപബോധ മനസ്സ് റീഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ അവരെ വായിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നതായിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. 37 കുറിച്ച് പറയുമ്പോൾ ഒരു വൺ ഓഫ് ദ ലക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പർ എന്ന് പറയാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് 37. അതേപോലെ തന്നെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള 369 എന്ന് പറയുന്ന ഒരു നമ്പർ പാറ്റേൺ. അത് ഒരുപാട് പേര് ഇപ്പം നിക്കോളാസ് ടെസ്ല പോലത്തെ സയന്റിസ്റ്റുകൾ അതിൽ ഒരുപാട് റിസർച്ച് ചെയ്യുകയും അതല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ജോമെട്രി ആവട്ടെ, സിമെട്രിക്കലി ഉള്ള കണക്ഷൻസും കാര്യങ്ങളും ന്യൂമറിക്കലി ഒക്കെ ഉള്ള ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പം അത് ശരിക്കും എന്താണ് ന്യൂമറോളജിയിൽ ഇത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയ ഒരു നമ്പറാണോ 369? അതെ, 369 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ എനർജി 18 വരുന്നത്. 1 + 8 9ൻ്റെ എനർജി വീണ്ടും 369 വന്നു കഴിഞ്ഞാലും വീണ്ടും 9ലേക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഒക്കെ ഒരു 369 വരും അല്ലേ? 9 വരും. അതുപോലെയുള്ള ഒരു മാസ്മരിക നമ്പർ തന്നെയാണ്. ഈ 9 എന്ന എനർജീനെ തന്നെ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഇപ്പം ഈ ഹിന്ദു മിത്തോളജി പ്രകാരമായാലും ഈ ഒരു മന്ത്രത്തിൻ്റെ എനർജി പിന്നെ മന്ത്രം ആവർത്തിക്കുന്നത് 108 തവണ 108 1 + 8 9ൻ്റെ എനർജിയിൽ വരും. ഇനി അതിൻ്റെ പകുതി നോക്കിക്കഴിഞ്ഞാൽ 54 വരും. 54 ആയാലും 5 4 9 എന്നുള്ള എനർജി വരും. ഇനി അതിൻ്റെ പകുതി ആക്കി കഴിഞ്ഞാലും പിന്നെ എന്താ പറയുക 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ 9 എന്നുള്ള എനർജി വരും. അപ്പോൾ ഈ 9 എന്നുള്ള എനർജി സൂപ്പർ നാച്ചുറലിനെ പ്രതിനിധീകരിക്കുന്ന ഒരു എനർജി തന്നെയാണ്. അപ്പോൾ ഈ 369 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം പിന്നെ എല്ലാറ്റിനെയും നമുക്ക് ഇപ്പോൾ രാവും പകലും എന്ന് പറയുന്ന പോലെ 3യും 6നെയും പറയാം. ന്യൂമറോളജിയിൽ 3 എന്ന് പറയുന്നത് ഗുരുവിൻ്റെ എനർജിയാണ്, അതായത് ദേവഗുരുവായ ബൃഹസ്പതിനെ കുറിച്ചിട്ടാണ് 3 പറയുന്നത്. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ്റെ എനർജിയാണ്, അത് അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യർ. രണ്ടും ഗുരുവാണ്, അതായത് ഒന്ന് പിന്നെ സുരനാണെങ്കിൽ മറ്റൊന്ന് അസുരൻ്റെ എനർജിയാണ്. അത് പറഞ്ഞ പോലെ അത് നമുക്ക് ഏത് തരത്തിൽ വേണമെന്ന് നോക്കാം. ഒരു രാവുണ്ടെങ്കിൽ പകലെന്ന് പറയുന്ന പോലെ അകവും പുറവും എന്നുള്ളത് പോലെ. പക്ഷേ രണ്ടിനെയും പിന്നെ കൺട്രോൾ ചെയ്യുന്ന സൂപ്പർ നാച്ചുറൽ പവർ, ബാലൻസ് നമ്പറാണ്. അതെ അല്ലേ. അപ്പോൾ അത് ഇത് രണ്ടും കൂടി 3ഉം കൂടി വരുമ്പോഴാണ് അത് ഏറ്റവും പിന്നെ ഈ ലോകം തന്നെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ അകവും പുറവും ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. അതായത് ഇപ്പം സ്ത്രീയും പുരുഷനും അത് അല്ലേ എല്ലാം കൂടി പിന്നെ ഒന്നുകൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അല്ലേ എല്ലാ ജീവവർഗവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ എനർജി ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകം നിലർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ അത് 369 അങ്ങനെ പല വിധത്തിൽ അവർ ആൾക്കാർ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അല്ലേ മമ്മൂട്ടി ഒക്കെ അവരുടെയൊക്കെ പിന്നെ വണ്ടിയുടെ എല്ലാ നമ്പറും 369 എന്നാണ്. പക്ഷെ അത് എല്ലാവർക്കും പറ്റില്ല കേട്ടോ, എല്ലാവർക്കും യോജിക്കില്ല. ഈ 369ൻ്റെ എനർജിയുടെ റൗണ്ടിൽ പെടുന്നവർക്ക് മാത്രമേ അതിലേക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലവർ മറ്റ് ഒരു എനർജി ലെവലിലേക്ക് പോയി കഴിഞ്ഞാലേ അതിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം.